പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 2010 പരിപാടിയോട് ആരംഭിക്കുകയാണ്. ഇത് പഞ്ചായത്ത് രാജ് സിസ്റ്റം നമ്മുടെ നാട്ടിൽ നടപ്പാക്കിയിട്ട് 15 വർഷം തികയാണ്. ഇപ്പൊ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഒരു വലിയ ഉത്തരവാദിത്ത ബോധമാണ്, അല്ലാതെ അഹങ്കാരത്തിന്റെ വേദിയിലല്ല. വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടനവധി വൻ സ്ഥാപനങ്ങൾ തന്നെ ഈ ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. മഞ്ഞളാൻകുഴി അലിയും അവസാനമായി വന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ധൈര്യം പകരുന്നു. പ്രവാസികളുടെ സംഘടന ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് കൊണ്ട് നേടിയെടുത്ത ഇടതുമുന്നണിയുടെ പ്രതിഫലനം 50% സ്ത്രീ സംവരണം എന്ന് പറഞ്ഞതിൽ അതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഉപസംവരണം ഏർപ്പെടുത്താവുന്നതാണ്. ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഹിതം ഓരി വെച്ചെടുക്കുന്ന ഒരവസ്ഥയാണ്. അഴിമതി ഈ മേഖലയിൽ നന്നായി നടക്കുന്നു എന്നാണ്. ആര് ഭരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് അധികം രാഷ്ട്രീയമില്ലാത്ത കഴിവില്ലാത്തവർ ഫണ്ട് പാഴാക്കി കളയുന്നു. കള്ളുകച്ചവടത്തിലൂടെ ജനങ്ങളെ കൊന്നൊടുക്കുന്നത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പഞ്ചായത്തി രാജ് സംവിധാനത്തിനുള്ള ഏറ്റവും നല്ല അവാർഡ് കൊടുത്തത് സഖാവ് പാലോളി മുഹമ്മദ് കുട്ടി ഭരിക്കുന്ന നമ്മുടെ രാഷ്ട്രപതി സ്ത്രീയാണ്, ലോക്സഭാ സ്പീക്കർ സ്ത്രീയാണ്, ഭരണകക്ഷിയുടെ നേതാവ് സ്ത്രീയാണ്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന ഈ 4 വർഷം കൊണ്ട് കാരണം കഴിവുള്ള സ്ത്രീകൾ ഏത് മേഖലയിലായാലും ഉയർന്നു വരും. ന്യൂനപക്ഷ, പിന്നോക്ക, ദളിത്, ആദിവാസി വിഭാഗങ്ങൾ ഇത് 90കളോടുകൂടിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നത്. താറുമാറായ വിദ്യാഭ്യാസ രംഗം വെല്ലുവിളിക്കാൻ കാലത്തുള്ള സംഭവമാണ് വിശദീകരിക്കുന്നത്. ഒരുമിച്ച് നിങ്ങൾക്ക് കഴിയും. ഇന്ത്യൻ നാഷണൽ ലീഗിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പലതുമാകട്ടെ, തന്റെ വോട്ട് ആർക്ക് വിനിയോഗിക്കണമെന്ന വ്യക്തമായ കാഴ്ചപ്പാട് ഓരോ വ്യക്തികൾക്കുമുണ്ട്. അതിനിടയിൽ വരുന്ന സ്വതന്ത്രന്മാരുടെ കടന്നുകയറ്റം ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. നാടിന്റെ പുരോഗതിക്ക്, നാടിന്റെ ഉന്നമനത്തിന്, ഐക്യത്തിന്, സമത്വത്തിന്, സാഹോദര്യത്തിന് നമ്മളുടെ ആ ഒരു ഫോൺ വിളി ഉപകരിക്കട്ടെ എന്ന് മാത്രം ഈ വേദിയിൽ ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. സഹകരിച്ച എല്ലാവർക്കും നന്ദി.